ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അത്ലറ്റിക്സ്. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മൊബൈൽ ഹോൾഡറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഞാൻ ഈ വീഡിയോ ക്വാളിറ്റി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ, വീഡിയോ ക്വാളിറ്റി അല്ല, ഇതിലിപ്പോൾ ഉള്ള പ്രശ്നം നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ലെഗ്, ട്രൈപോഡിൻ്റെ ലെഗ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ വിസിബിൾ ആവുന്നുണ്ട്. അത് എൻ്റെ വീഡിയോ ഒക്കെ കുറച്ചൊരു ഡിസ്ട്രാക്ഷൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പേഴ്സണലി ഫോർ മീ. നിങ്ങൾക്ക് അതിലും വലിയ മിസ്റ്റേക്സ് ഇതിലുണ്ടാവുന്നാലും, അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു മൊബൈൽ ഹോൾഡറിനെ റിസർച്ച് ചെയ്തത്. അപ്പോൾ ഓൺലൈനിൽ ഞാൻ കണ്ട സാധനമാണ് ഈ L4A ഫോൺ ഹോൾഡർ. ഓക്കെ, അറൗണ്ട് 500 റുപ്പീസായി. എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നി. പ്രീമിയം ക്വാളിറ്റി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനേതായാലും ഇത് അൺബോക്സ് ചെയ്തതാണ്, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതൊരു DIY സെറ്റപ്പിലാണ് വരിക. ഇതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അത് വളരെ എളുപ്പമാണ്. ഈ ഒരു ഇവിടെ ഈ ഒരു മൊഡ്യൂള്, ഈ ഒരു സാധനം, പിന്നെ ഈ ഒരു ഐറ്റം, ഇതൊക്കെ നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യണം. ഓക്കെ, പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ആക്ച്വലി നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുക ടേബിളിൽ, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇത് കണ്ടില്ലേ, ക്ലാമ്പ് പോലെ, ഇത് ലൂസ് ചെയ്ത് ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു സർഫേസ്, ഇതിപ്പോൾ എൻ്റെ കൈ ഒരു ടേബിളിൻ്റെ സർഫേസാണ്. ഇതൊരു ടേബിളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ച് ഇത് ടൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ടേബിളിൽ മൗണ്ട് ആയി കാണും. പിന്നെ നമുക്കിത് ഇതിനനുസരിച്ചിട്ട്, നമ്മളുടെ അനുസരിച്ചിട്ട് ഫ്ലെക്സ് ചെയ്ത് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇത് കണ്ടില്ലേ, എത്രത്തോളം വിസിബിൾ ആവുന്നുണ്ടെന്ന് അറിയില്ല. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണുള്ളത്. നമുക്ക് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യും. ഓക്കെ, എത്ര ഹൈറ്റ് വേണമെങ്കിലും ആക്കാം, താഴോട്ടോ മുകളിലോട്ടോ എങ്ങനെയാക്കാം, ഇങ്ങോട്ടൊക്കെ ആക്കാം. സോ ഇത് നമ്മൾ ടേബിൾ, ഞാനിപ്പോൾ കണ്ടില്ല മൗണ്ട് ചെയ്താൽ, ഇതിപ്പോൾ ഇവിടെ മൗണ്ട് ചെയ്ത ടേബിളിൽ. സോ നിങ്ങൾ കാണില്ല, ഇങ്ങനൊരു ടേബിൾ ടോപ്പ് വീഡിയോ എടുക്കാൻ വളരെ നൈസായിരിക്കും. ഇങ്ങനെ വെച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഫോണും വെച്ചാൽ വളരെ നൈസായിട്ട് നമുക്ക് നല്ല എന്താ പറയുക, ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ നല്ലൊരു സ്റ്റാൻഡായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡ്രോബാക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഈ ഒരു പ്രൈസ് പോയിന്റിൽ നല്ലൊരു സ്റ്റാൻഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതിൻ്റെ ലോങ് ടേം പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഏതായാലും ഫോർ നൗ ഇറ്റ് ലുക്സ് ഗുഡ്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ബേസിക്കലി ഞാൻ ഇതുപോലെ ടെക് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള പല പ്രൊഡക്ട്സും എൻ്റെ പേഴ്സണൽ ഇഷ്ടത്തിന് ഇങ്ങനെ വാങ്ങും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഏതായാലും വാങ്ങുന്നുണ്ട്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ആയിട്ട് കൂടെ ഷെയർ ചെയ്യാം. ഇൻ കേസ് എന്നെപ്പോലെ സെയിം ഐറ്റംസ് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സിമിലർ നീഡ്സ് ആയിട്ട് നോക്കുന്ന ആൾക്കാർ, ഇതേപോലുള്ള പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് വാങ്ങണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ഇയർഫോൺ ആണെങ്കിൽ ആ ടൈപ്പ് ഇയർഫോൺ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, അത് വാങ്ങണ്ടേ എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കുമല്ലോ ഓൺലൈനിൽ. ഒരു രസമുള്ളൊരു പ്രോസസ്സാണത്. നമ്മളൊരു സാധനം ഇഷ്ടപ്പെട്ടിട്ട് അത് വാങ്ങണമെന്നിങ്ങനെ അതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ അതിൽ എൻ്റെ വീഡിയോയും കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ വാല്യൂ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനതിൽ ഹാപ്പിയാണ്. സോ അത് മാത്രമാണ് എൻ്റെ ഇൻറ്റൻഷൻ ഈ വീഡിയോസ് ചെയ്യുന്നതിലൂടെ. സോ ഏതായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ വരുന്നുണ്ടോ, എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ് ആക്കേണ്ടത്, ഇഷ്ടപ്പെടുന്നില്ലേ, ഇനി ഏത് പ്രൊഡക്റ്റാണ് റിവ്യൂ ചെയ്യേണ്ടത്, എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റൊക്കെ വാങ്ങാൻ ഭയങ്കര എക്സ്പെൻസ് ആണെങ്കിൽ ഫോർ നൗ എനിക്ക് പറ്റില്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഓൾറെഡി ഉള്ളതോ അല്ലെങ്കിൽ എനിക്ക് വാങ്ങാൻ എൻ്റെ ബജറ്റിൽ പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ ഏതായാലും ട്രൈ ചെയ്യും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു അഗൈൻ.